2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ 3 മുന്നണികൾ, അതായത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും LDFിനും UDFിനും സീറ്റുകൾ ഉണ്ട് നിയമസഭയിൽ. BJPയുടെ അക്കൗണ്ട് ഉള്ളതുകൂടി പൂട്ടിച്ചിരുന്നു. അത് ഇടതുപക്ഷത്ത് ഉള്ള ശിവൻകുട്ടി, അദ്ദേഹം നേമത്ത് മത്സരിച്ച അദ്ദേഹമാണ് UDFിന്റെ സ്ഥാനാർത്ഥിയെയും അതുപോലെ തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരനെ നേമത്തെ പരാജയപ്പെടുത്തിയിരുന്നു. അത് നേമം എന്നത് BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി BJPയുടെ സാധ്യതകളെ ശരിക്കും അതിനെ ശിഥിലപ്പെടുത്താൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. പക്ഷേ ആ കാര്യത്തിൽ UDF കൈക്കൊള്ളുന്ന നിലപാടാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. UDF എങ്ങനെയും അവർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും വേണ്ടില്ല, BJPയുടെ അക്കൗണ്ട് തുറന്നു കൊടുക്കാനാണ് UDFിന്റെ ശ്രമം. തൃശ്ശൂര് അതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. തൃശ്ശൂര് UDF സ്ഥാനാർത്ഥിയായി TN പ്രതാപൻ വീണ്ടും മത്സരിക്കില്ല എന്ന് അറിയുന്നതോടുകൂടി ചിത്രങ്ങൾ വളരെ വ്യക്തമാകാനുള്ള സാധ്യതയാണ് അവിടെ കണ്ടുവരുന്നത്. തൃശ്ശൂർ സീറ്റ് അവർ വളരെയധികം പ്രസക്തിയോടെ കാണുന്ന ഒരു സീറ്റാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2-ാം തീയതി അവിടെ പ്രസംഗിക്കാൻ തേക്കിൻകാട് മൈതാനത്ത് വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് ഭാരതത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി മാറ്റാനാണ് BJPയുടെ പ്ലാൻ. എന്നാൽ തിരുവനന്തപുരത്തിനേക്കാളും പ്രസക്തമാകുന്ന ഒരു രീതിയിലേക്ക് തൃശ്ശൂരിനെ കൊണ്ടുപോകാനും അവിടെ കോടികൾ മുടക്കി എങ്ങനെയും അവിടുത്തെ NDA സ്ഥാനാർത്ഥി, അതായത് BJP സ്ഥാനാർത്ഥിയായി വരുന്ന വ്യക്തിയെ ജയിപ്പിക്കാനാണ് ശ്രമം. തീർച്ചയായും BJP സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെ ആയിരിക്കുമെന്നുള്ളത് 99% ഉറപ്പായി കഴിഞ്ഞൊരു കാര്യമാണ്. ഇനി 1%, അതായത് ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് കൂടി മാത്രമേ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തിനേക്കാളും വളരെ പ്രസക്തമായി നിൽക്കുന്ന ഒരു സവിശേഷത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനുണ്ട്. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രിയായ മുരളീധരനെ ജയിപ്പിച്ചെടുക്കാനുള്ള ശ്രമമുണ്ട്, തീവ്രമായിട്ടുള്ള ശ്രമമുണ്ട്. അവിടെ ഇടത് വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിനോട് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് വോട്ടുകൾ മറിക്കാനുള്ള തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശിന് മറ്റേതെങ്കിലും രീതിയിൽ നിയമസഭാ സീറ്റ്, വരുന്ന നിയമസഭയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുകയോ അങ്ങനെ ഒരു സമാധാന മാർഗത്തിലേക്ക് കൊണ്ടുപോവുകയോ എന്തെങ്കിലും ചെയ്യുകയോ, അങ്ങനെ പരാജയപ്പെട്ടാൽ തന്നെ കോൺഗ്രസ് അവിടെ വോട്ട് മറിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ BJPക്ക് 2ാമത്തെ അക്കൗണ്ട് കൂടി തുറക്കാനുള്ള സാധ്യതയാണ് അവിടെ കോൺഗ്രസ് മുന്നിൽ കൽപ്പിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ അനാലിസിസ് വ്യക്തമാക്കുന്നത്. അതായത് കോൺഗ്രസ് എങ്ങനെയും മൃദുഹിന്ദുത്വ നയവുമായി ഇവിടുത്തെ UDFിന്റെ ശിഥിലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് തന്നെ കൊണ്ടുപോവുകയാണ്. കൊങ്ങികൾ ഈ രീതിയിലാണ് പരിപാടികൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും സംഘികൾക്ക് വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്. കാരണം കേരളത്തിൽ LDF നശിച്ചു കാണണം, CPIM ഇനി പച്ച പിടിക്കരുത് എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ആരാണ് ശരിക്കും പച്ച പിടിക്കാത്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 തവണയായ അധികാരത്തിന്റെ പുറത്തിരിക്കുന്നതിൻ്റെ വലിയ രീതിയിലുള്ള അസ്വസ്ഥത അവർ വേദനാജനകമായി തന്നെ പലയിടത്തും പ്രകടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ നിരന്തരം തെറി പറയുക, ആക്ഷേപിക്കുക, ഇതൊക്കെ അവരുടെ പതിവായി മാറുകയിരിക്കുകയാണ്. ഏതായാലും ഈ കാര്യത്തിലൊക്കെ വലിയ ഒരു മറുപടി കൊടുക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്ലാൻ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.